ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രോ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 8 തീയതി 2026 സർവീസ് അധ്യാപകർക്കായിട്ട് നടന്ന സ്പെഷ്യൽ കേട്ടറ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1 സെറ്റ് ബി ബേസ് ചെയ്തിട്ടുള്ള ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളുടെ ഉത്തരസൂചികയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് 31ാമത്തെ ചോദ്യം, ഒരു വർഷം ഫെബ്രുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം ഫെബ്രുവരി 28 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ഞായർ. 32ാമത്തെ ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 10 ആണ്. 12ാമത് ഒരു സംഖ്യ കൂടി കൂട്ടിയപ്പോഴും ശരാശരി 10 തന്നെയാണെങ്കിൽ കൂട്ടിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 10. 33ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജിയോജിബ്ര. 34ാമത്തെ ചോദ്യം, ഒരു ഡസൻ പേനയുടെ വില 48 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ, 4 രൂപ. 35ാമത്തെ ചോദ്യം, ഹരണം എന്ന ആശയത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തുടർച്ചയായ സങ്കലനമാണ്. 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 2 × 43 × 52. 37ാമത്തെ ചോദ്യം, അജയനും വിജയനും ഒരു തുക യഥാക്രമം 3:2 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ച് വിജയന് 400 രൂപ കിട്ടി. അജയന് കിട്ടിയ തുക എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 600 രൂപ. 38ാമത്തെ ചോദ്യം, 40 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ച് ഒരു ചതുരം നിർമ്മിച്ചിരിക്കുന്നു. ഈ ചതുരത്തിൻ്റെ നീളം 11 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ വീതി എത്ര സെൻറ്റിമീറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ ബി, 9 സെൻറ്റിമീറ്റർ. 39ാമത്തെ ചോദ്യം, രാവിലെ 4:50 എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ഒരു ബസ് അന്നേ ദിവസം രാവിലെ 10:30 തിരുവനന്തപുരത്ത് എത്തുന്നു. യാത്രയ്ക്ക് എടുത്ത സമയം എത്ര? ഉത്തരം ഓപ്ഷൻ സി, 5 മണിക്കൂർ 40 മിനിറ്റ്. 40ാമത്തെ ചോദ്യം, സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഭാസ്കരാചാര്യ. 41ാമത്തെ ചോദ്യം, 4 പേർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ ഇതേ ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതിന് എത്ര പേർ വേണ്ടിവരും? ഉത്തരം ഓപ്ഷൻ ഡി, 6. 42ാമത്തെ ചോദ്യം, സ്കൂളിൽ ഗണിത ക്ലബ്ബ് രൂപീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമൂർത്തത കുറയ്ക്കുന്നതിന്. 43ാമത്തെ ചോദ്യം, നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി, വാർഷിക മൂല്യനിർണ്ണയം. 44ാമത്തെ ചോദ്യം, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 42 ആണ്. അവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2. 45ാമത്തെ ചോദ്യം, ഗണിത ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം? ഉത്തരം ഓപ്ഷൻ ഡി, ഗണിത ചിന്ത ഉദ്ദീപിപ്പിക്കുക. 46ാമത്തെ ചോദ്യം, 4000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? ഉത്തരം ഓപ്ഷൻ എ, 800 രൂപ. 47ാമത്തെ ചോദ്യം, പ്രൈമറി തലത്തിലെ ഗണിത പഠനത്തിൻ്റെ ഉള്ളടക്ക മേഖലയിൽ ഉൾപ്പെടുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ,
ജ്യാമിതി. 48-ാമത്തെ ചോദ്യം 57 ഇൻറ്റു 76 പ്ലസ് 43 ഇൻറ്റു 76 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 7600. ഒരു ദിവസം ഉച്ച സമയത്ത് മൂന്നാറിലെ താപനില 15 ഡിഗ്രി സെൽഷ്യസും അന്നേ ദിവസം അർദ്ധരാത്രിയിലെ താപനില -5 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. താപനിലയിൽ വന്ന കുറവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ഓപ്ഷൻ ഡി 20 ഡിഗ്രി സെൽഷ്യസ്. 50-ാമത്തെ ചോദ്യം ചിത്രത്തിൽ എ ബി എന്ന വരയിലെ ഒരു ബിന്ദുവാണ് ഒ. കോൺ എ ഒ പിയുടെ ഇരട്ടിയാണ് കോൺ ബി ഒ പിയുടെ അളവ്. കോൺ ബി ഒ പിയുടെ അളവ് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി 120 ഡിഗ്രി. 51-ാമത്തെ ചോദ്യം 1 അധികം 1.1 അധികം 1.11 അധികം 1.111 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 4.321. 52-ാമത്തെ ചോദ്യം 90 കിലോമീറ്റർ പെർ മണിക്കൂർ = ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഉത്തരം ഓപ്ഷൻ സി 25. ഒരു കാറിൻ്റെ ശരാശരി വേഗത 60 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഇതേ വേഗതയിൽ 300 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ കാർ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ ബി 5 മണിക്കൂർ. 54-ാമത്തെ ചോദ്യം തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 36. അവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി 13. 55-ാമത്തെ ചോദ്യം 3, 2, 8, 0 എന്നീ 4 അക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 2038. 56-ാമത്തെ ചോദ്യം 7x - 2 = 4x + 7 ആയാൽ x എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 3. 2/5ൻ്റെ ദശാംശ രൂപം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി 0.4. 23a5 എന്ന സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ എയുടെ സ്ഥാനത്തെ അക്കം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2. 59-ാമത്തെ ചോദ്യം 3/4 എന്ന ഭിന്നസംഖ്യ അവതരിപ്പിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ആശയമാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി 4 1/3 ചേർന്നത്. 60-ാമത്തെ ചോദ്യം ഗണിത പഠന സമീപനവുമായി ബന്ധപ്പെട്ട് NCF 2023 മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി പ്രൈമറി ക്ലാസ്സുകളിലെ ഉള്ളടക്കം വർദ്ധിപ്പിക്കൽ. സ്നേഹം നിറഞ്ഞവരെ, കാറ്റഗറി 1 മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 30 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കണക്ക് കൂട്ടി നോക്കുക. 20 മാർക്കിന് മുകളിലൊക്കെ ആണെങ്കിൽ സേഫ് ആണെന്ന് വിശ്വസിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉത്തരസൂചിക അന്തിമമല്ലെന്ന് ഓർക്കുക. നമ്മളുടെ മാർക്കിനെ ആശ്രയിച്ചിരിക്കുന്നത് എപ്പോഴും പരീക്ഷാഭവൻ്റെ ഉത്തരസൂചികയായിരിക്കും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമാണെന്ന് കരുതുക. നിങ്ങളിൽ ആർക്കെങ്കിലും നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക. 2027 LPUPക്ക് മുമ്പുള്ള അവസാന കേട്ടറ്റ് പരീക്ഷയായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ഇനി നടക്കാനിരിക്കുന്നത്. ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ ക്രാഷ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. താങ്ക് യു.